എല്ലാവർക്കും റിയാക്ട് JS ട്യൂട്ടോറിയൽ സീരീസിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററാണ്. സോ ഇതിൽ നമ്മൾ പഠിക്കുന്നത് റിയാക്ട് JS ഇൻട്രൊഡക്ഷൻ ആൻഡ് ഇൻസ്റ്റലേഷൻ ആണ്. സോ നമുക്ക് ആദ്യമായി എന്താണ് റിയാക്ട് എന്ന് നോക്കാം. സോ റിയാക്ട് എന്ന് പറയുന്നത് ഒരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറിയാണ് നമ്മൾ യൂസർ ഇൻ്റർഫേസസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. സോ യൂസർ ഇൻ്റർഫേസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണമായി നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന വെബ്സൈറ്റുമായി ഇൻട്രാക്ട് ചെയ്യുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ യൂസർ ഇൻ്റർഫേസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ബട്ടൺസും കാര്യങ്ങളും ലിങ്ക്സും എല്ലാം ഉണ്ടായിരിക്കും മതി. സോ ഇതുപോലെ യൂസർ ഇൻ്റർഫേസസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറിയാണ് റിയാക്ട് എന്ന് പറയുന്നത്. സോ ഇത് ഡെവലപ്പ് ചെയ്തതും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഫേസ്ബുക്കാണ്. ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനിയാണ്. സോ വെബ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രണ്ട് എൻഡ് ലൈബ്രറികളിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ലൈബ്രറിയാണ് റിയാക്ട് എന്ന് പറയുന്നത്. സോ റിയാക്റ്റിൻ്റെ മറ്റൊരു എക്സ്റ്റൻഷനാണ് റിയാക്ട് നാറ്റീവ് എന്ന് പറയുന്നത്. സോ ഇത് ഉപയോഗിച്ച് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നാറ്റീവ് മൊബൈൽ ആപ്ലിക്കേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രീ റിക്വസിറ്റ് ആണ്. സോ നമ്മൾ റിയാക്ട് പഠിക്കുന്നതിന് മുമ്പായി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ജാവാസ്ക്രിപ്റ്റ് അതുപോലെ HTML CSS ഇവ അറിഞ്ഞിരിക്കണം. അതുപോലെ റിയാക്റ്റിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ നോക്കുന്നത്. സോ ഒരുപാടുണ്ട്, നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. സോ റിയാക്റ്റിൻ്റെ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ലെസ് കോഡിങ് അത് മോർ ഫംഗ്ഷനാലിറ്റിയാണ്. സോ നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു HTML അതുപോലെ ജാവാസ്ക്രിപ്റ്റും ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് കോഡുകളും മറ്റും കാര്യങ്ങളും എഴുതേണ്ടി വരും. സോ റിയാക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. റിയാക്റ്റ് ഉപയോഗിച്ച് നമുക്ക് കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യാം. ആ കമ്പോണൻസ് നമുക്ക് റീയൂസ് ചെയ്യുകയും ചെയ്യാം. സോ അത്തരത്തിൽ നമുക്ക് കുറച്ച് കോഡ് എഴുതി മോർ ഫംഗ്ഷനാലിറ്റീസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ റിയാക്റ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് റിയാക്ട് വിർച്വൽ ഡോം യൂസ് ചെയ്യുന്നു. സോ വിർച്വൽ ഡോം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു വെബ് പേജിൽ ഒരു വെബ് ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ എന്താണ് ചേഞ്ച് ആയ ഭാഗം മാത്രം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ റിയാക്ട് വെബ് ആപ്ലിക്കേഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഉദാഹരണമായി നമ്മളിവിടെ റിയാക്റ്റിൻ്റെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്യൂട്ടോറിയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിയാൽ കാണാം നമ്മുടെ പേജ് ഫുൾ ലോഡ് ആവുന്നതായിരിക്കില്ല. ഏത് ഭാഗമാണ് ചേഞ്ച് ആവേണ്ടത് ആ ഭാഗം മാത്രം ചേഞ്ച് ആവുന്നതായിരിക്കും. സോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേജസ് എല്ലാം പെട്ടെന്ന് ലോഡ് ആവുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ലോഡിങ് കാണുന്നതായിരിക്കില്ല. സോ ഇതെല്ലാം ഒരു കമ്പോണൻസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിൽ കാണുന്ന എല്ലാം ഒരു കമ്പോണൻ്റാണ്. ഈ ഭാഗം ഒരു കമ്പോണൻ്റാണ്, ഈ ഭാഗം ഒരു കമ്പോണൻ്റാണ്, ഈ ഭാഗം മറ്റൊരു കമ്പോണൻ്റാണ്. സോ ഏതൊരു കമ്പോണൻ്റാണ് ചേഞ്ച് ചെയ്യുന്നത് ആ ചേഞ്ച് ചെയ്യുന്നത് കമ്പോണൻറ്റിന് മാത്രമേ ഇത് അപ്ഡേറ്റ് ചെയ്യുകയുള്ളൂ, അത് മാത്രമേ റെൻഡർ ചെയ്യുകയുള്ളൂ. ഫുൾ പേജ് റെൻഡർ ചെയ്യുന്നതായിരിക്കില്ല. അതിനാണ് വിർച്വൽ ഡോം യൂസ് ചെയ്യുന്നത്. വിർച്വൽ ഡോം യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ തന്നെ റിയാക്ട് ആപ്ലിക്കേഷൻസ് വളരെ ഫാസ്റ്റായി പെർഫോം ചെയ്യുന്നതായിരിക്കും. അതുപോലെ റിയാക്ട് JSൻ്റെ മറ്റൊരു ഫീച്ചറാണ് കമ്പോണൻസ് എന്ന് പറയുന്നത്. കമ്പോണൻസ് എന്ന് പറയുന്നത് റിയാക്ട് ആപ്ലിക്കേഷൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ കമ്പോണൻറ്റ് നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു റിയാക്ട് വെബ് ആപ്ലിക്കേഷൻസിൽ കാണുന്ന ഓരോ ഭാഗവും, ഉദാഹരണമായി നമ്മൾ ഈ നവബാർ എടുത്തു കഴിഞ്ഞത് ഒരു കമ്പോണൻ്റാണ്, ഈ ഭാഗം ഒരു കമ്പോണൻ്റാണ്, അതുപോലെ ഈ ഭാഗം ഒരു കമ്പോണൻ്റാണ്. സോ അതുപോലെ നമുക്ക് ഒരുപാട് കമ്പോണൻറ്റുകൾ കൂടി ചേർന്നതായിരിക്കും നമ്മുടെ വെബ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ഒരു കമ്പോണൻറ്റുകൾ നമുക്ക് എവിടെ വേണമെങ്കിലും റീയൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ react.js.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വരിക. അതിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നതും കാര്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ഡോക്യുമെൻറ്റേഷനും എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ നമുക്ക് റിയാക്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് ആദ്യമായി NodeJS ഇൻസ്റ്റാൾ ചെയ്യണം. NodeJS എന്ന് പറയുന്ന ഒരു ജാവാസ്ക്രിപ്റ്റ് റൺ ടൈമാണ്. സോ ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ട്യൂട്ടോറിയൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NodeJSനെ കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ ആദ്യം NodeJS.org എന്നതിൽ പോയതിന് ശേഷം ഈ ഒരു ബട്ടണിൽ ഈ 16.150 LTS നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ വേർഷൻ മാറിയിട്ടുണ്ടായിരിക്കും. സോ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. വളരെ ഈസിയായി ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് നമുക്കൊരു കോഡ് എഡിറ്റർ വേണം. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. സോ നമ്മൾ code.visualstudio.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവുക. ഇവിടെ ഈ ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അതും ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഇത് രണ്ടും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിത് തൽക്കാലം ക്ലോസ് ചെയ്യുന്നു. സോ ക്ലോസ് ചെയ്ത ശേഷം നമ്മൾ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ഇതിനുള്ളിൽ നമ്മളിവിടെ ഈ ഒരു അഡ്രസ് ബാറിൽ വന്നതിന് ശേഷം CMD എന്ന് കൊടുക്കുക. നമ്മുടെ കമാൻഡ് ഓപ്പൺ ചെയ്യുക. സോ അതുപോലെ ഈ അഡ്രസ് ബാറിൽ CMD കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് ഫോൾഡറിലാണ് ആ ഫോൾഡറിൽ നമുക്കിതുപോലെ നമ്മുടെ ടെർമിനൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് CD എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് ഏത് ഫോൾഡറിലാണോ നമുക്ക് വേണ്ടത് ആ ഒരു ഫോൾഡറിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതുപോലെ ഫോൾഡർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡറിലോട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ വളരെ ഈസി എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ ഏതൊരു ഫോൾഡറിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ വന്നതിന് ശേഷം നമ്മൾ CMD എന്ന് പ്രസ് ചെയ്യുക. CMD എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതുപോലെ ആ ഒരു ഫോൾഡറിൽ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ NodeJS ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മളിവിടെ node -version എന്ന് കൊടുക്കുക.
ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത Node.jsൻ്റെ വേർഷൻ ഇവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ആദ്യത്തെ റിയാക്ട് JS ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മളതിന് കൊടുക്കേണ്ട കമാൻഡ് എന്ന് പറയുന്നത് npx create react app. അതിനുശേഷം ഒരു സ്പേസ് കൊടുത്ത ശേഷം നമ്മുടെ റിയാക്ട് ആപ്പിൻ്റെ പേര് കൊടുക്കുക. സോ ഞാനിവിടെ മൈ ആപ്പ് എന്ന് കൊടുക്കുന്നു. മൈ ആപ്പ് എൻ്റർ ചെയ്യുന്നു. സോ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ഡോക്യുമെൻറ്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ react.js.org നമുക്ക് ലഭിക്കുന്നതാണ്. സോ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫോൾഡറിൽ നമ്മുടെ ഒരു മൈ ആപ്പ് എന്ന് പറയുന്ന ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ മിനിമൽ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. സോ ആ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ പിന്നെ ചേഞ്ച് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള ആപ്ലിക്കേഷനാക്കി നമ്മൾ മാറ്റുന്നത്. സോ ഇത് കുറച്ച് സമയമെടുക്കുന്നതാണ്. സോ ഇപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം നമ്മുടെ മൈ ആപ്പ് എന്ന് പറയുന്ന ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഒരിക്കൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും, സക്സസ്. അതുപോലെ താഴെ നമുക്കിവിടെ ഹാപ്പി ഹാക്കിംഗ് എന്ന് ലഭിക്കുന്നതായിരിക്കും. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ടെർമിനൽ ഇവിടെ ക്ലോസ് ചെയ്യാം. സോ നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡർ നമുക്കിവിടെ കാണാൻ സാധിക്കും. മൈ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ റിയാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആപ്പും അതുമായി ബന്ധപ്പെട്ട ഫയൽസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മൾ ബാക്കിലോട്ട് തന്നെ വരിക. ശേഷം നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്യുക. VS കോഡ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ഫോൾഡർ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റിയാക്ട് ആപ്പിൻ്റെ കമാൻഡ് വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് ഫോൾഡർ ഡ്രാഗ് ചെയ്ത് നമ്മുടെ VS കോഡിൽ ഇതുപോലെ ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ മൈ ആപ്പ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഫോൾഡർ കാണാൻ സാധിക്കും. അതിനുള്ളിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫയൽസ് എല്ലാം കാണാൻ സാധിക്കും. ശേഷം നമുക്ക് ഈ ഒരു ഫോൾഡർ ക്ലോസ് ചെയ്യാം. സോ നമുക്ക് നമ്മുടെ VS കോഡ് നമുക്ക് മാക്സിമൈസ് ചെയ്യാം. സോ ഇപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഫയൽസും ഫോൾഡേഴ്സും ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സാണ്. ആദ്യമായി നമുക്ക് package.js എന്ന് കാണാൻ സാധിക്കും. നമ്മൾ NodeJS പഠിച്ച സമയത്ത് പഠിച്ചിരുന്നു. നമ്മുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അതിലുണ്ടായിരിക്കുക. അതുപോലെ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഡിപ്പെൻഡൻസീസ് നമ്മുടെ പ്രൊജക്റ്റിലുമായി ബന്ധപ്പെട്ട പാക്കേജസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഉദാഹരണമായി റിയാക്ട് ഡോം, റിയാക്ട് സ്ക്രിപ്റ്റ് തുടങ്ങിയവയെല്ലാം കാണാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് package.log.js എന്നിലുള്ളത്. സോ നമ്മളിത് Node.js പഠിച്ച സമയത്ത് പഠിച്ചിരുന്നു. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സോ ആ ഒരു പാക്കേജസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ നോഡ് മോഡ്യൂൾസ് എന്ന് പറയുന്ന ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ ആ ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജസ് എല്ലാം നമുക്കിവിടെ ഇതുപോലെ കാണാൻ സാധിക്കും. സോ നമ്മളിത് മിനിമൈസ് ചെയ്യുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ SRC ഫോൾഡറാണ്. SRC ഫോൾഡറിലാണ് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയൽസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു SRC ഫോൾഡറിലാണ് നമ്മൾ കൂടുതലായും വർക്ക് ചെയ്യുന്നത്. അതിൽ നമുക്ക് app.css കാണാം, app.js കാണാം, അതുപോലെ ടെസ്റ്റ്, index.css, index.js തുടങ്ങിയവയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. സോ അതുപോലെ പിന്നെയുള്ളതാണ് പബ്ലിക് ഫോൾഡർ. പബ്ലിക് ഫോൾഡറിൽ നമുക്ക് index.html അതുപോലെ ഒരു ഫേവ് ഐക്കൺ തുടങ്ങിയവയെല്ലാം കാണാൻ സാധിക്കും. robots.txt എന്ന് പറയുന്ന TXT ഫയൽ കാണാൻ സാധിക്കും. സോ ഇത് നമ്മുടെ സെർച്ച് എഞ്ചിനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ഏതെങ്കിലും പേജിൽ നമുക്ക് സെർച്ച് എഞ്ചിൻ ക്രൗൾ ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. തുടങ്ങിയവയാണ് പബ്ലിക് ഫോൾഡറിലുള്ളത്. സോ ഇതിൽ നമുക്ക് index.html എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ഫയലാണ് നമ്മുടെ യൂസറിന് ലഭിക്കുക. സോ ഈ ഒരു index.html നമുക്കിവിടെ ഡെവലപ്മെൻറ്റ് ID റൂട്ട് എന്ന് മാത്രമേ കാര്യമായിട്ടുണ്ടായിരിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം കമൻ്റ് ആണ്. സോ ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കമൻ്റ് എല്ലാം നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. നിർബന്ധമില്ല ഡിലീറ്റ് ചെയ്യാവുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ഒരു ഡെവലപ്മെൻറ്റും അതിനൊരു ID റൂട്ടുമാണ്. സോ ഈ ഒരു ഡെവലപ്മെൻറ്റിലോട്ടാണ് റിയാക്ട് ഉപയോഗിച്ച് നമ്മുടെ വെബ്സൈറ്റിന് ആവശ്യമായ കമ്പോണൻസ് എല്ലാം ഇൻജെക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ടൈറ്റിൽ റിയാക്ട് ആപ്പ് എന്ന് കാണാൻ സാധിക്കും. പിന്നെ ഒരു ഒരു ഡെവലപ്മെൻറ്റ് ID റൂട്ട് എന്ന് കാണാൻ സാധിക്കും. സോ ഈ ഒരു ഡെവലപ്മെൻറ്റ് ID റൂട്ടിനെ ആക്സസ് ചെയ്യുന്നത് നമ്മൾ SRCയിൽ പോയി കഴിഞ്ഞാൽ index.js എന്ന് പറയുന്ന ഫയൽ കാണാൻ സാധിക്കും. index.jsൽ നിങ്ങൾക്കിവിടെ കാണാം react dom.create root document.getElement by ID root. സോ നമ്മൾ അവിടെ ആ ഒരു ഡെവലപ്മെൻറ്റ് ഇവിടെ നമ്മൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞു. അതിലോട്ട് നമ്മൾ ആപ്പ് എന്ന് പറയുന്ന കമ്പോണൻറ്റ് ആപ്പ് എന്ന് പറയുന്ന റൂട്ട് കമ്പോണൻറ്റ് നമ്മൾ ഇൻജെക്റ്റ് ചെയ്തു. സോ നമ്മളിനി ആപ്പ് എന്ന് പറയുന്ന റൂട്ട് കമ്പോണൻറ്റിൽ കൊടുക്കുന്ന ചൈൽഡ് കമ്പോണൻസ് എല്ലാം നമുക്ക് ആ ഒരു index.htmlൽ കാണാൻ സാധിക്കും. സോ നമ്മൾ app.htmlൽ പോയി കഴിഞ്ഞാൽ app.jsൽ പോയി കഴിഞ്ഞാൽ സോ നമുക്ക് ഒരുപാട് കോഡുകൾ കാണാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് HTMLനെ പോലെ ഒരുപാട് കോഡുകൾ കാണാൻ സാധിക്കും. ആക്ച്വലി ഇത് HTML അല്ല, പക്ഷേ ഇത് JSX ആണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്നതാണ്. JSX അഥവാ JavaScript XML എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം സിൻടാക്സ് ആണ്. കാണുമ്പോൾ HTMLനെ പോലെ ഉണ്ടായിരിക്കും. ഇത് HTMLൻ്റെ കൂടെ നമുക്ക് JavaScripറ്റും എഴുതാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സിൻടാക്സ് ആണ്. ഈ ഒരു JSX ആണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം നമ്മൾ HTMLലാണെങ്കിൽ വെറും ക്ലാസ് എന്നാണ് കൊടുക്കുന്നത്, പക്ഷേ ഇവിടെ നമ്മൾ ക്ലാസ് നെയിം എന്നാണ് കൊടുക്കുന്നത്.
സോ ഈ ഒരു ആപ്പ് കമ്പോണൻ്റ് ആണ് നമ്മളിവിടെ index.jsൽ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ട് ആപ്പ് ഫ്രം എ ആപ്പ്. സോ നമ്മൾ ആ ഒരു ആപ്പ് കമ്പോണൻറ്റ് ഇമ്പോർട്ട് ചെയ്ത് ആപ്പ് കമ്പോണൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ app.js എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് കമ്പോണൻ്റ് ആണ്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ കമ്പോണൻസ് എല്ലാം നമ്മൾ കൊടുക്കുന്നത് ഇതിനുള്ളിലായിരിക്കും. അതിനുശേഷം ഈ റൂട്ട് കമ്പോണൻറ്റ് നമ്മൾ index.jsൽ കൊടുക്കുന്നതായിരിക്കും. index.jsൽ ഒരു റൂട്ട് കമ്പോണൻറ്റ് നമ്മുടെ index.htmlലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് നമുക്കത് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് app.js തന്നെ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്കൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ കോഡിങ്ങിനെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്കൊരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ എക്സ്റ്റൻഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു പ്രെറ്റിയർ എന്ന് പറയുന്നൊരു എക്സ്റ്റൻഷൻ. പ്രെറ്റിയർ നമ്മുടെ ഫോർമാറ്റിങ്ങിന് വേണ്ടി, നമ്മുടെ കോഡ് ഫോർമാറ്റ് ചെയ്യുന്നതിന് വേണ്ടി അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അതുപോലെ നമുക്കിവിടെ റിയാക്ട് എന്ന് സെർച്ച് ചെയ്യുക. റിയാക്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ES7+ റിയാക്ട് എന്ന് പറയുന്ന ഈ ഒരു എക്സ്റ്റൻഷൻ കാണാൻ സാധിക്കും. ഇതും ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ എനിക്ക് അൺഇൻസ്റ്റാൾ കാണിക്കുന്നത്. അതും ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഇതൊക്കെ നമ്മുടെ കോഡിങ്ങിനെ സഹായിക്കുന്നതായിരിക്കും. നമുക്ക് കോഡിങ് വളരെ ഈസിയായി എഴുതാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ അതും കൂടി ഇൻസ്റ്റാൾ ചെയ്യാം. ശേഷം നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലോട്ട് തന്നെ വരാം. പ്രൊജക്റ്റിൽ വന്നതിന് ശേഷം നമുക്ക് തൽക്കാലം ഇത് ക്ലോസ് ചെയ്യാം. സോ നമ്മൾ app.js തന്നെ ഓപ്പൺ ചെയ്യാം. സോ app.js നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ റൂട്ട് കമ്പോണൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ പാരൻറ്റ് കമ്പോണൻറ്റ്. ഇതിലോട്ടാണ് നമ്മൾ ചെറിയ ചെറിയ കമ്പോണൻറ്റുകൾ, ചൈൽഡ് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇതിലോട്ട് തന്നെ ഈ ഒരു ആപ്പ് എന്ന് പറയുന്ന app.js എന്ന് പറയുന്ന പാരൻറ്റ് കമ്പോണൻറ്റിലോട്ട് അസൈൻ ചെയ്യുന്നു. അവയെല്ലാം നമ്മൾ വീണ്ടും index.jsൽ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം അത് index.html നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെൻഡർ ചെയ്യുന്നു. സോ നമുക്കിനി ഇതെങ്ങനെ റൺ ചെയ്യാം, നമ്മുടെ ഡെവലപ്മെൻറ്റ് സെർവർ എങ്ങനെ റൺ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സോ നമ്മൾ ടെർമിനൽ പോവുക, ന്യൂ ടെർമിനലിൽ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മളിവിടെ npm start എന്ന് കൊടുക്കുക. npm start എന്ന കമാൻഡ് എൻ്റർ ചെയ്യുക. സോ നമ്മുടെ ഡെവലപ്മെൻറ്റ് സെർവർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് 3000ൽ നമുക്ക് ഇതുപോലെ ഒരു വെബ് പേജ് ഇതുപോലെ കാണാൻ സാധിക്കുന്നതായിരിക്കും. റിയാക്റ്റിൻ്റെ ലോഗോ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ഇവിടെ നമുക്ക് കാണാം എഡിറ്റ് സോഴ്സ് app.js ആൻഡ് സേവ് ടു റീലോഡ്. സോ നമ്മൾ app.jsൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. സോ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. സോ നമ്മൾ ഇപ്പോൾ app.jsൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം എഡിറ്റ് ഇവിടെ നമ്മൾ കാണുന്ന ആ ഒരു സെൻറ്റൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ നമ്മൾ ഈ പി എന്ന് പറയുന്ന എലമെൻറ്റിനുള്ളിൽ നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഹലോ വേൾഡ് ഐ ആം ലേണിംഗ് റിയാക്ട് എന്ന് കൊടുക്കാം. റിയാക്ട് സേവ് ചെയ്യാം. സേവ് ചെയ്ത ഉടനെ നമുക്കിവിടെ ഹലോ വേൾഡ് ഐ ആം ലേണിംഗ് റിയാക്ട് എന്ന് പറയും നമ്മളിപ്പോൾ ജസ്റ്റ് എഡിറ്റ് ചെയ്ത ആ ഒരു കണ്ടൻറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഇതിൽ നമുക്കിപ്പോൾ നോക്കിയാൽ ഇവിടെ ഒരു ലോഗോ കാണാൻ സാധിക്കും. ആ ഒരു ലോഗോ ഇമ്പോർട്ട് ലോഗോ ഫ്രം logo.svg. സോ നമുക്ക് നോക്കാം. ഇമ്പോർട്ട് logo.svg എന്ന് പറയുന്ന svg ഫയൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ലോഗോയാണ് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലുള്ളത് ലേൺ റിയാക്ട് എന്ന് പറയുന്ന ഒരു ലിങ്കാണ്. അത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ടാഗ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലേൺ റിയാക്ട് ഈ ഒരു ടാഗ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്ത ഒരു പി എലമെൻ്റാണ്, പാരഗ്രാഫ് എലമെൻ്റാണ് ഈ കാണുന്നത്. ഓക്കെ, പി എലമെൻ്റാണ് ഈ കാണുന്നത്. അതുപോലെ ഈ ഒരു ലോഗോയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒക്കെ ഒരു ഇമേജ് ടാഗിനുള്ള ഒരു ലോഗോയാണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാം ഹെഡർ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനുള്ളിലാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കാണുന്നതെല്ലാം HTML അല്ല, പക്ഷേ HTML പോലെ തോന്നുമെങ്കിലും ഇതിനെ നമ്മൾ JSX അഥവാ JavaScript XML എന്നാണ് വിളിക്കുന്നത്. ഒരു പ്രത്യേക തരം സിൻടാക്സ് ആണ്. അതുപോലെ നമുക്കൊരു ഡെവലപ്മെൻറ്റ് കാണാൻ സാധിക്കും. ഒരു ക്ലാസ് നെയിം ആപ്പ് എന്ന് പറയുന്ന ഒരു ഡെവലപ്മെൻറ്റ് കാണാൻ സാധിക്കും. അതിനുള്ളിലാണ് ഇതെല്ലാം റാപ്പ് ചെയ്തിട്ടുള്ളത്. സോ പിന്നെ കാണുന്നത് നമുക്കിവിടെ ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ ആപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനുള്ളിൽ റെൻഡർ എന്ന് പറയുന്ന മറ്റൊരു മെത്തേഡിനുള്ളിലാണ് നമ്മൾ ഈ ഡെവലപ്മെൻ്റ് എല്ലാം കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ എക്സ്പോർട്ട് ഡിഫാൾട്ട് ആപ്പ് എന്ന് പറയുന്നത് ഇതിനെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഇവിടെ അതിൻ്റെ കണ്ടൻറ്റ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തു. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ. നമ്മളിതിൽ ഇൻട്രൊഡക്ഷനും അതുപോലെ ഇൻസ്റ്റാളേഷനും നമ്മൾ ചെറിയ ആദ്യത്തെ നമ്മുടെ ആപ്പും നമ്മൾ ഒരു സിമ്പിൾ ആപ്പും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആപ്പിൽ ചെറിയൊരു എഡിറ്റിംഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു.